അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാഹ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്ക് കമൻ്റായിട്ടോ അല്ലാതെയോ മറുപടി പറയാം. ചോദ്യം ഇതാണ്: അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. അതുപോലെ തന്നെ ഷുഹൈബുൽ ഹൈതമി, എം അക്ബർ, ഡോക്ടർ സാക്കിർ നായിക്, ഇതുപോലെയുള്ള ദഅവത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളും അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു, മസ്ഹൂറാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും സന്മാർഗം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് നസ്സായി അള്ളാഹു അഥവാ ഖണ്ഡിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ഖണ്ഡിതമായി പറഞ്ഞ വചനത്തെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ഇസ്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഗുണം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ എവിടെയും കാണാം. അതുപോലെ തന്നെ അവർക്ക് ഖുർആൻ കൊണ്ട് അവർക്ക് ഗുണമുണ്ട്, അതുപോലെ ഖുർആനിന് അവരെ കൊണ്ടും ഗുണമുണ്ട്. എന്നാൽ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു മാർഗവും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഇസ്ലാമിനെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുകയില്ല, എന്നാൽ അവരെ കൊണ്ട് ഇസ്ലാമിന് ഗുണമുണ്ടാവും എന്നുള്ള ഒരു കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ധാരാളം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനവർ പലതരം ന്യായീകരണങ്ങൾ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. നാം അതൊക്കെ കേൾക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാത്തതാണ്, പറയാൻ പാടില്ലാത്തതാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും എതിരാണ്. അപ്പോൾ ഈ ആയത്തിനെ ഒരു സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം ഇസ്ലാമിനെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവില്ലെങ്കിലും അവരെ കൊണ്ട് ഇസ്ലാമിന് ഗുണമുണ്ടാകുന്നു. പരലോകത്തെ അവർക്ക് ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇതാണ് നാം ചിന്തിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും പഠിക്കേണ്ടതും. അപ്പോൾ നികൃഷ്ടരായ പണ്ഡിതന്മാരിൽ അവരും ഉൾപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.